ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകൻ ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ ഭാഗം ഇങ്ങനെ പഠിക്കുമെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നേരത്തെ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊണ്ട് അവർക്ക് കാര്യങ്ങൾ സാധിച്ചിരുന്നു. ഈ 450 പ്രവാചകന്മാർ നിൽക്കുമ്പോൾ ഏലിയാവ് എന്ന ഒറ്റ പ്രവാചകൻ, ഏലിയാവിൻ്റെ ധൈര്യം എന്തുവാ? ദൈവം തന്നോട് കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഒറ്റ ധൈര്യമുള്ളൂ. 450 പ്രവാചകന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ ആരാധിച്ചിട്ട് ഒരു സാന്നിധ്യം എന്ന് പറയുന്നതല്ല, ഒരു ശക്തി, ഒരു തീ പോലും അവർക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ പ്രവാചകൻ ഇരിക്കുന്നിടത്തോളം കാലം ഭൂതത്തിൻ്റെ പ്രവാചകന്മാർക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാൾ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, നിൻ്റെ ലൈഫിൽ ദൈവഹിതമല്ലാത്തതൊന്നും നടക്കുവാൻ സ്വർഗ്ഗം അനുവദിക്കത്തില്ല. കാരണം ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഒരാൾ നിൻ്റെ കുടുംബത്തുണ്ടെങ്കിൽ നിൻ്റെ ലൈഫിനെ, നിൻ്റെ കുടുംബത്തെ ദൈവത്തിന് തിരിക്കാൻ വെക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.